നിങ്ങൾക്ക് വരുന്ന തലവേദന എപ്പോഴും തന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഓഫ് ഹെഡേക്ക് തന്നെ ആവണം എന്നില്ല. സർവൈക്കോജനിക് ഹെഡേക്ക് എന്നൊരു ടൈപ്പ് ഓഫ് ഹെഡേക്ക് ഉണ്ട്. അതായത് അത് വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന നിരവധി ആൾക്കാർക്ക് അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ സർവൈക്കോജനിക് ഹെഡേക്ക്. അതായത് സെർവൈക്കൽ വെർട്ടിബ്രസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഒരു തരം തലവേദനയാണ് സെർവൈക്കോജനിക് ഹെഡേക്ക്. മെയിനായിട്ട് C1, C2, C3 വെർട്ടിബ്രസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും, ചിലപ്പോൾ കുറച്ച് ഓൾഡർ ആയിട്ടുള്ള പീപ്പിൾ ആണെങ്കിൽ അവർക്ക് എന്താ പറയുക, ആർത്രൈറ്റിക് ചേഞ്ചസ് വന്നിട്ടോ അതല്ലെങ്കിൽ അവിടെ ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ട് കംപ്രസ്ഡ് ആയിട്ട് നെർവ്സ് കംപ്രസ് ആയിട്ടോ ഒക്കെ ഇത്തരത്തിലുള്ള തലവേദനകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് ഇവിടുത്തെ ലിഗമെൻറ്റ്സ് ഒക്കെ സ്ട്രെയിൻ ആവുന്നത് കൊണ്ടും ലിഗമെൻറ്റ്സ് ഡീജനറേറ്റ് ആയി പോകുന്നത് കൊണ്ടൊക്കെ ഇത്തരത്തിൽ സെർവൈക്കോജനിക് ഹെഡേക്ക് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് അവിടെയുള്ള മസിൽസിനുള്ള ഒരു ഇംബാലൻസ്, അതായത് നമ്മുടെ നെക്ക് മസിൽസിൻ്റെ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഷോൾഡർ മസിൽസിൻ്റെ ഇംബാലൻസ് കൊണ്ടൊക്കെ ഇതേ പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടും, നമുക്ക് ഇപ്പോൾ ഷോൾഡറിൽ നിന്നൊക്കെ പെയിൻ മുകളിലേക്ക് കയറി ഹെഡിലേക്ക് വേദന വരുന്നതായിട്ട്, അല്ലെങ്കിൽ പുറകിൽ സെർവൈക്കൽ ഏരിയസിലെ മസിൽസ് ആണെങ്കിൽ അവിടെ നിന്ന് ഉത്ഭവിച്ച് തലയിലേക്ക് ഹെഡേക്ക് വരുന്നതായിട്ടും ഒക്കെ കാണാം. ഇത്തരത്തിലുള്ള സെർവൈക്കോജനിക് ഹെഡേക്ക് കൂടുന്നതിനനുസരിച്ച് തലവേദന അല്ലാതെ കൈകളിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്തിട്ട് കൈകൾക്കും ഭയങ്കരമായിട്ടുള്ള കടച്ചിൽ വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാരണം, ഈ വെർട്ടിബിൾ ആർട്ടറി പാസ് ചെയ്യുന്നത് ഇതേ ഏരിയയിലൂടെയാണ്. അപ്പോൾ ചില വ്യക്തികളുടെ ആർട്ടറീസിൽ എന്തെങ്കിലും എന്താ പറയുക, കംപ്രഷൻസോ അല്ലെങ്കിൽ അതായത് ആർട്ടറീസ് പാസ് ചെയ്യുന്ന ഏരിയയിൽ എന്തെങ്കിലും ഒരു കംപ്രഷൻ വരികയോ അല്ലെങ്കിൽ ആർട്ടറീസിന് ഉള്ളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിലെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട്, അതായത് പ്രഷർ കുറഞ്ഞിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് ആവശ്യത്തിന് ബ്ലഡ് എത്താതെ വരികയോ ഒക്കെ ചെയ്തതുകൊണ്ട് ഇത്തരത്തിലുള്ള തലവേദനകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രം തലവേദന ഒതുക്കി നിർത്താതെ ഇത് ഒരു സെർവൈക്കോജനിക് ഹെഡേക്ക് ആണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തലവേദനകൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് എക്സസൈസുകളും അതുപോലെ തന്നെ ഈ ഭാഗത്ത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് എന്താണ് റിലീസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് ഇത്തരത്തിലുള്ള തലവേദന നമുക്ക് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും.